أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة والمؤتون الزكاة والمؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعد وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما. رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل وكان الله عزيزا حكيما. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നല്ല ഇസ്ലാമിക വിജ്ഞാനങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ആ അറിവിൽ നിന്നാണ് ഈമാൻ ഉണ്ടാകുന്നത്. ആ ഈമാനിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അറിവില്ലെങ്കിൽ ഈമാനില്ല, ഈമാനില്ലെങ്കിൽ ആ ഈമാൻ അനുസരിച്ചു കൊണ്ടുള്ള ഈമാനിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാവുകയില്ല എന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. ഇതിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇതിന് മുമ്പൊക്കെ പറഞ്ഞു വന്നത്. അപ്പം അവരുടെ വിശ്വാസപരമായിട്ടുള്ള തകരാറുകളും അവരുടെ സ്വഭാവപരമായ തകരാറുകളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചിട്ടുള്ള സമീപനങ്ങളും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ, എന്നാൽ വളരെ നിസ്വാർത്ഥരായി മതവേദ ഗ്രന്ഥങ്ങളിൽ നല്ല അവഗാഹമുള്ള, അതിനനുസരിച്ച് വിശ്വാസവും അതനുസരിച്ച് പ്രവർത്തനവുമുള്ള ആളുകളും അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ്. എല്ലാരെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനത്തെ ആൾക്കാരും അവരെ കൂട്ടത്തിലുണ്ട്. അവരുടെ സ്വഭാവങ്ങളും അവരുടെ വിശേഷണങ്ങളുമാണ് എന്ത് ചെയ്യണത്, അതിൽ പറയണത്. പിന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാണ് എന്നും ഏതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെന്നാണ് തുടർന്നുള്ള ആയത്തിൽ പറയണത്. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി കർമ്മ കാര്യങ്ങളിൽ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് നിസ്കാരമാണ്, ഒന്ന് സക്കാത്താണ്. അതിന് രണ്ടിനുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, നിസ്കാരം എന്ന് പറയുമ്പോൾ അതെന്താ അറിയോ, അള്ളാഹുവോടുള്ള നമ്മുടെ ആത്മാർത്ഥത പ്രകടിപ്പിക്കാനുള്ളതാണ് നിസ്കാരം. ഓരോ വ്യക്തിയുടെയും നിസ്കാരത്തിന് ഓരോ അളവാണ് ഉണ്ടാവുക. നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ആത്മാർത്ഥമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുള്ളൂ. എല്ലാവരും തക്ബീർ കെട്ടി സലാം വീട്ടിന് കാണും, പക്ഷെ അതിൻ്റെ ഇടയിൽ നടക്കണയിൽ എല്ലാവരും വ്യത്യാസം. അപ്പം അള്ളാഹുവോടുള്ള നമ്മുടെ ഇഖ്ലാസ്, അതാണ് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എത്രമാത്രം അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൽ മനസ്സ് കേന്ദ്രീകരിച്ച് നമുക്ക് നിസ്കരിക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിൻ്റെ ഏറ്റവും വലിയ വിശ്വാസപരമായി അവൻ ഉയർന്നു വരുമ്പോൾ അവനിൽ പ്രകടമാകേണ്ട തൻ്റെ രക്ഷിതാവിനോടുള്ള കടമകളിൽ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ തൻ്റെ മനസ്സിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണമാണ് നിസ്കാരം.
അപ്പോൾ ഒരു അടയാളം അതാണ്. രണ്ടാമത് സക്കാത്താണ്. സക്കാത്ത് എന്നുള്ളത് അൽ ഇഹ്സാനു ഇലൽ ഇബാദാണ്. അതായത് മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ എത്രമാത്രം ഒരു മനുഷ്യൻ വിജയിക്കുന്നു എന്നത് അവൻ്റെ ദാനധർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണുള്ളത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ 5 സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഈ നമസ്കാരവും സക്കാത്തും. അപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനോടുള്ള കടമകളെ ആത്മാർത്ഥമായി നിർവഹിക്കൽ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട്, അതായത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും നൽകാൻ പറ്റും, പക്ഷെ പണം നൽകുക എന്നുള്ളത് അത് നിർബന്ധമായ തൻ്റെ ഒരു കടമയായി കൊടുക്കുക എന്നുള്ളത് അതെല്ലാവരെ കൊണ്ടും പറ്റൂല. അപ്പം അത് എത്ര ആത്മാർത്ഥമായി നിർവഹിക്കുന്നുവോ അതാണ് ഒരാളുടെ ഉള്ളിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, ഇൽമുണ്ടോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം അതാകുന്നു എന്നാണ്. നമ്മൾ വായിച്ചു നോക്കുക, നമ്മൾ ലാക്കിന റാസിഖൂന ഫിൽ ഇൽമി. ലാക്കിൻ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും തകരാറുകളും വിശ്വാസ വൈകല്യങ്ങളൊക്കെ ജൂത ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെങ്കിലും അറാസിഖൂന ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ അടിയുറച്ച, റാസിഖ് എന്ന് പറഞ്ഞാൽ അവഗാഹമുള്ളവൻ എന്നാണ്. ഇൽമ് വിജ്ഞാനം, മതവേദ വിജ്ഞാനങ്ങളിൽ അവഗാഹമുള്ള, അടിയുറച്ച, അതായത് സംശയരഹിതമായിട്ടുള്ള അവരുടെ ഉറച്ച അറിവുകൾ, അങ്ങനെ അറിവുള്ള ചില ആളുകൾ അതിവരുണ്ട്. മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരിൽ നിന്നും അറിവിൽ അടിയുറച്ചവരും, എന്നാൽ അല്ലെങ്കിൽ എങ്കിലും അവരിൽ നിന്നും അറിവിൽ അടിയുറച്ചവരും. അപ്പം അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അറിവുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഈമാൻ ഉണ്ടാവുള്ളൂ. ഈമാൻ ഉണ്ടെങ്കിലേ ആ ഈമാൻ എന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുള്ളൂ. വൽ മുഅ്മിനൂന, വിശ്വാസികളായ ആളുകൾ, വൽ മുഅ്മിനൂന സത്യവിശ്വാസികളും, ഇപ്പം അറിവിൽ അടിയുറച്ചവരും അതേപോലെ തന്നെ വിശ്വാസികളും. യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബിമാ ഉൻസില ഇലൈക, നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിൽ അവരെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. നിനക്ക് ഇറക്കപ്പെട്ടതിൽ, വമാ ഉൻസില മിൻ ഖബലിക, നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദങ്ങളിലുമൊക്കെ അവരെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പൊ അള്ളാഹു ഇറക്കിയതിലെല്ലാം സത്യസന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ. അപ്പൊ എന്താ? ആദ്യം ഇൽമു പറഞ്ഞു, പിന്നെ ഈമാൻ പറഞ്ഞു. അപ്പോൾ അറിവിൽ നിന്നാണ് ഈമാൻ ഉണ്ടാകുന്നത്. ആ ഈമാനിൽ നിന്നാണ് നിസ്കാരവും സക്കാത്തും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എല്ലാവരും നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആ നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഒക്കെ നിലവാരവും അതിൻ്റെ പ്രതിഫലവുമൊക്കെ തീരുമാനിക്കുന്നത് ഈമാനാണ്. ആ ഈമാൻ മനുഷ്യനിൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? അറിവിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം അറിയുകയും ഇസ്ലാമിക വിജ്ഞാനങ്ങളെക്കുറിച്ച് നമുക്ക് സംശയരഹിതമായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും. അതിനനുസരിച്ച് നമ്മൾ നിസ്കാരത്തിൻ്റെ ഗുണം വർദ്ധിക്കും. അതനുസരിച്ച് നമ്മുടെ ദാനധർമ്മങ്ങളുണ്ടാവും. അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും ഒരാളിൽ ഇല്ലെങ്കിൽ അയാളിൽ ഈമാനും അറിവും ഇല്ലെന്ന് വിചാരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കും. വൽ മുഖീമീന സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവരും. നമസ്കാരം നിലനിർത്തുന്നവരെന്നാണ്. നിസ്കാരം നിർത്തുന്നത് പറയാൻ കാരണം എന്താണ്? അസ്മറ ലഹുമുൽ അഅ്മാൽ അസ്വാലിഹ മിൻ ഇഖാമത്തി സ്വലാ വ ഈതാഇ സക്കാത്ത്. ഈമാൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നിന്റെ ഫലമായി ഉണ്ടാകുന്ന സൽപ്രവർത്തനങ്ങളാണ് നിസ്കാരവും സക്കാത്തും. അല്ലദൈനി ഹുമാ അഫ്ളലുൽ അഅ്മാൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളാണ് ഇവ രണ്ടും. വഖദ് ഇഷ്തമലത അലൽ ഇഖ്ലാസിൽ മഅബൂദ് വൽ ഇഹ്സാൻ ഇലൽ അബീദ്. അതിൽ രണ്ടിലുള്ളത് ആരാധിക്കപ്പെടുന്ന അള്ളാഹുവോടുള്ള ആത്മാർത്ഥതയും അതേപോലെ തന്നെ മറ്റു മനുഷ്യരോടുള്ള ദയയും അള്ളാഹുവോടുള്ള ആത്മാർത്ഥതയും ഒന്നിച്ച് ഉൾക്കൊള്ളുന്നവയാണ് ഈ 2 കർമ്മങ്ങളും എന്നാണ്. അപ്പം അങ്ങനെ ആമനു ബിൽ യൗമിൽ ആഖിർ, പിന്നെ അടുത്താണ് വേണം വൽ മുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അവരെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ അള്ളാഹുവിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളിൽ എന്തുണ്ടായിരിക്കും? ഹൗഫും ഉണ്ടാകും, റജാവും ഉണ്ടാകും. എന്താ ഹൗഫ്? പരലോകത്ത് പോയാൽ എനിക്ക് ശിക്ഷ കിട്ടുമോ, ഞാൻ നരകത്തിൽ പോവോ,
എന്ന പേടി അവനുണ്ടാവും. റജ എന്താണ്? എനിക്ക് സ്വർഗം കിട്ടണം, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം. ഇത് ഒരു വിശ്വാസിയുടെ ലക്ഷ്യബോധമാണ്. ഇത് പരലോക വിശ്വാസത്തിൽ നിന്നേ ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഉലൈക സനുതീഹിം അജ്റൻ അളീമ, അക്കൂട്ടർക്ക് നാം നൽകും അജ്റൻ അളീമ, മഹത്തായ പ്രതിഫലം. അപ്പോൾ ഈ പറഞ്ഞ നല്ല അറിവുണ്ടാവുക, അതിന് ഈമാൻ ഉണ്ടാവുക, അതിന് നിസ്കാരം സകാത്ത് പോലെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക, പരലോകത്തിൽ വിശ്വസിക്കാം. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു എന്ത് ചെയ്യും, നൽകും എന്നാണ്. ഇന്ന ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. ഇന്ന ഔഹൈന ഇലൈക, നിനക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിനക്ക് നാം വഹി നൽകിയതുപോലെ, കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി, നൂഹ് നബിയിലേക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാരിലേക്കും വഹി നൽകിയതുപോലെ, അവർക്കൊക്കെ വഹി നൽകിയതുപോലെ നിനക്കും നാം വഹി നൽകിയിരിക്കുന്നു എന്നാണ്. ആ പ്രവാചകന്മാർക്കൊക്കെ വഹി കൊടുത്ത പോലെ നിനക്കും നാം വഹി നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് മറ്റുള്ള പ്രവാചകന്മാർക്ക് വഹി കൊടുത്തതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുള്ള കാരണം എന്താണ്? അത് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രവാചകത്വം കൊടുത്തപ്പോൾ ആ പ്രവാചകത്വത്തെ എന്താണ് അവർക്കൊരു അത്ഭുതമായി തോന്നി. ഇതെങ്ങനെ ഒരു നബിയാണ്, എന്നിട്ട് അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് വഹി കിട്ടുന്നുണ്ടെന്നൊക്കെ അങ്ങനെ പറയാം, എന്നിട്ട് അള്ളാഹിൻ്റെ പേരിൽ ഓരോരോ കാര്യങ്ങൾ പറയാം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാണ്? അപ്പം അതിനുള്ള മറുപടിയാണെന്ത്? ഇബ്രാഹിം നബിക്ക് കിട്ടി നിങ്ങൾ വിശ്വസിക്കണില്ലേ? ഇസ്മായിൽ നബിക്ക് കിട്ടി നിങ്ങൾ വിശ്വസിക്കണില്ലേ? അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബിക്കും വഹി വന്നത് എന്ന് പറയലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിബിദഅൻ, ഒരു പുതിയതായി വന്ന ഒരാളല്ല, മറിച്ച് നേരത്തെ കൊടുത്ത ധാരാളം പ്രവാചകന്മാരെ പോലെ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. പിന്നെ കമാ, അതുപോലെ എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ വഹിയുകളിൽ അടിസ്ഥാനപരമായി ഒരേ കാര്യങ്ങളാണുള്ളത്. അതായത് നീതി, അതേപോലെ തന്നെ സത്യസന്ധത, ഇങ്ങനത്തെ തൗഹീദ് പോലുള്ള പൊതുവായ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. അപ്പോൾ റസൂല് പറയുന്ന വിഷയങ്ങളിലും പുതുമയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന വിഷയങ്ങളിലും പുതുമയില്ല. അത് ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബി നൂഹ് നബിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. അപ്പോൾ പ്രവാചകത്വം നൽകുക എന്നുള്ളത് പുതിയ ഏർപ്പാടല്ല, അത് മുമ്പുള്ളവർക്കും കൊടുത്തതാണ്. രണ്ടാമത്തത്, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, പുതിയ കാര്യങ്ങളല്ല, അതൊക്കെ എന്താണ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ പ്രവാചകന്മാരെയെല്ലാം അള്ളാഹു പ്രശംസിക്കുകയാണ്, അവരെ മഹത്വപ്പെടുത്തുകയാണ്. അതെന്തിനാണ്? അത് ഖുർആനിൽ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, ഇന്ന കദാലിക. ഇതെന്തിനാ പറഞ്ഞാൽ ഈ പ്രവാചകന്മാരൊക്കെ ശ്രേഷ്ഠന്മാരും മഹത്തുക്കളുമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയാനാണ്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരെ പിൻപറ്റണം എന്ന് പറയലാണ് മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഉദ്ദേശം. ഇങ്ങനെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്. ആരൊക്കെയാണ്? വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ്, ഇബ്രാഹിമിന് നാം വഹി നൽകിയിട്ടുണ്ട്, ഇസ്മായിലിന്, ഇസ്ഹാഖിന്, യാക്കൂബിന്. അസ്ബാത്ത് എന്ന യാക്കൂബ് നബിന്റെ മക്കളാണ്. അസ്ബാത്ത് എന്ന സന്തതികൾ എന്ന അർത്ഥം, യാക്കൂബ് നബിന്റെ സന്താനം. വഈസ, ഈസാ നബിക്ക്, അയ്യൂബ് നബിക്ക്, വയൂനുസ് വഹാറൂന വസുലൈമാൻ, ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വആതൈനാ ദാവൂദ സബൂറ, സബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ എന്നാണ്. നമ്മുടെ ഈ ബൈബിൾ ഉണ്ടല്ലോ, അതിലുണ്ട് ഈ പൂർവ്വ വേദങ്ങളുടെയൊക്കെ പേരിലുള്ള ഗ്രന്ഥങ്ങൾ. അതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഈ പേരൊക്കെ, ഈ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയണതൊക്കെ എന്താ വെച്ചാൽ ദാവൂദ് നബിന്റെ സബൂറിന് വേണ്ടി പറയുന്ന പേരാണ് സങ്കീർത്തനങ്ങൾ. അപ്പം അതൊക്കെ വേറെ പേരിൽ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അത് അള്ളാഹു എടുത്തു പറയാണ്, അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. വറുസ്ലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസ്ലം ലം നഖ്സുസുഹും അലൈക.
എല്ലാ എത്ര ലോകത്ത് എത്ര പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് മുഴുവനായിട്ടൊന്നും അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, പറയണില്ല എന്നാണ്. ആ പ്രവാചകന്മാരെ കുറിച്ച് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വിശദീകരിച്ച് തരുന്നില്ല. മറിച്ച് ചില ആളുകളെ കുറിച്ച് പറയുന്നു, ചില ആളുകളെ കുറിച്ച് പറയുന്നില്ല. അതെന്താ അങ്ങനെ? ചില ആളുകളെ കുറിച്ച് പറയുന്നു, ചില ആളുകളെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് വന്ന എല്ലാ ചരിത്രവും ആളുകളോട് കഥ പറഞ്ഞ് ആ വിവരങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറയണതല്ല ഇത്. അവരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് പറയേണ്ടത് വല്ലതുമുണ്ടെങ്കിൽ അത് പിൽക്കാലക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പ്രവാചകന്മാരുടെയും പേര് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇബ്നു കസീറിലൊക്കെ ഭയങ്കര ചർച്ച ഉണ്ട്. ലോകത്താകെ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, 1,00,000 പരം പ്രവാചകന്മാർ വന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ വാക്കുകളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം ഈ പ്രവാചകന്മാരിൽ റുസുലൻ കഥ കസസ്നാഹും അലൈക്ക, നിനക്ക് നാം വിശദീകരിച്ച് തന്നിട്ടുള്ള കുറേ റസൂലുകളുണ്ട്. കസസ്നാഹും, നാം വിശദീകരിച്ച് തന്ന, നാം കഥ പറഞ്ഞു തന്ന കുറേ. എന്നാൽ വറുസുലൻ ലം നഖ്സുസും അലൈക, നിനക്ക് നാം വിവരിച്ച് തന്നിട്ടില്ലാത്ത കുറേ റസൂലുകളെയും നാം അയച്ചിട്ടുണ്ട്. ഈ രണ്ട് നിലക്കും പ്രവാചകന്മാർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പം നിനക്ക് ഇതിൽ എണ്ണി പറഞ്ഞു തന്ന ആളുകളുമുണ്ട്, എന്നാൽ പറഞ്ഞു തരാത്ത ആളുകളുമുണ്ട് എന്നാണ്. വകല്ലമല്ലാഹു മൂസ തക്ലീമ, അത് പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു. വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു എന്ത് ചെയ്തു, കലീമുർ റഹ്മാൻ എന്നാണ് മൂസാ നബി അറിയപ്പെടുന്നത്. മൂസ കലീമുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർക്കൊക്കെ വഹീ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ മറക്ക് പിന്നിൽ, അല്ലെങ്കിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുക. വഹീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഡയറക്റ്റ് അല്ലാത്ത രൂപത്തിലുള്ള ആശയവിനിമയങ്ങൾക്ക് രഹസ്യമായ സന്ദേശം നൽകുന്നതിനാണ് വഹീ എന്ന് പറയാം. മനസ്സിലായില്ലേ? അതാണ് വഹീ എന്നുള്ള ഭാഷാ പ്രയോഗത്തിലുള്ള. നമ്മൾ കണ്ണുകൊണ്ട് ഒരാളെ നോക്കിയിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നതിനാണ് ശരിക്ക്. നമ്മുടെ നോട്ടത്തുനിന്ന് ഒരാൾക്കൊരു കാര്യം മനസ്സിലാവുമല്ലോ, അവർ നല്ല നോട്ടാണോ ചീത്ത നോട്ടാണോ എന്നൊക്കെ മനസ്സിലാവും. ആ നോട്ടത്തിലൂടെ കൊടുക്കുന്ന സന്ദേശത്തിനും എന്താ പറയുക, വഹീ എന്നാ പറയും. അപ്പോൾ ഇവിടെ ഈ വഹീ എന്നുള്ള പല രൂപത്തിൽ. എന്നാൽ മൂസാ നബിക്ക് അള്ളാഹു ഒറ്റ പ്രവാചകനോട് മാത്രമാണ് അള്ളാഹു എന്തായത്, ഭൂമിയിൽ വെച്ച് നേരിട്ട് സംസാരിച്ചത്. മൂസാ നബി അള്ളാഹുവിൽ നിന്ന് ആ ശബ്ദം നേരിട്ട് കേട്ടു. കാണാൻ ഒരാൾക്കും പറ്റൂല. നമ്മുടെ കണ്ണുകൾക്ക് അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ച് കാണാനുള്ള ശക്തി ഇല്ല. ഫഹറ മൂസ സഅയിക്ക എന്ന് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണു പറയുന്നുണ്ട് അള്ളാഹിനെ കാണാൻ വേണ്ടി. പക്ഷേ അത് ശരിക്കും സൂറത്തു താഹയിൽ പറയുന്നുണ്ട്, ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ്, ഞാൻ നിന്റെ രക്ഷിതാവാണ്, ചെരുപ്പയക്കുക, നീ പരിശുദ്ധമായ താഴ്വരയിലൊക്കെ പറഞ്ഞ അള്ളാഹു നേരിട്ട് മൂസാ നബിയോട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതാണ് കല്ലമല്ലാഹു മൂസ തക്ലീമ എന്നാണ്. അതുകൊണ്ട് പിന്നെ പൊതുവെ പറയപ്പെടാതെ മൂസ കലീമുർ റഹ്മാൻ, കലീമുർ റഹ്മാൻ, പരമകാരുണികൻ, സംസാരിച്ച ആളെന്നില്ലാണ് പറയുന്നത്. അപ്പം പറയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട്, അല്ലാത്ത പ്രവാചകന്മാരുമുണ്ട് എന്നാ പറയുന്നത്. വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസായോട് അള്ളാഹു ഒരു സംസാരം സംസാരിക്കുകയും ചെയ്തിരിക്കുന്നതാണ്, നേരിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. റുസ്ലം മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ വകാനല്ലാഹു അസീസൻ ഹകീമ. ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് റുസ്ലൻ മുബശ്ശിരീന. എന്തിനാണ് ഈ പ്രവാചകന്മാരൊക്കെ വന്നത്? എന്തിനാണ് ഇവരൊക്കെ റുസ്ലൻ മുബശ്ശിരീന? ഇപ്പൊ അള്ളാഹു ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിൻ്റെ ആ യുക്തിയും ബുദ്ധിയും ആ സംഗതിയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ അള്ള വെറുതെ ഒന്നും ചെയ്യൂല. അള്ള ചെയ്യുന്ന കാര്യത്തിൻ്റെ പിന്നിൽ വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യത്തെ അള്ളാഹു സംക്ഷിപ്തമായി പറയാണ് ഈ സൂറത്തിൽ, ഈ ആയത്തിൽ. എന്താണ് ആ ലക്ഷ്യം? ഒന്ന് റുസ്ലൻ, റുസ്ലൻ അതെ റസൂലുകളായിട്ട്, മുബശ്ശിരീന സന്തോഷവാർത്ത അറിയിക്കുക. ഈ സന്തോഷവാർത്ത അറിയിക്കുക, അതേപോലെ തന്നെ മുന്തിരിനെ താക്കീത് നൽകുക. വെറും സന്തോഷം മാത്രമായാലോ അപ്പോഴും ആൾക്കാർ അതിര് കവിയും, ഭയങ്കര പ്രതീക്ഷയ്ക്കാരം. വെറും താക്കീത് മാത്രമാണെങ്കിലോ
പേടിച്ചിട്ട് ആ വഴിക്ക് വരൂല. അപ്പൊ എന്താ വെച്ചാൽ രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പൊ നമ്മൾ അധികം ഖുർആൻ ഓതുമ്പോ എന്താണ്, സ്വർഗം പറഞ്ഞ അപ്പത്തിന് എന്ത് കാണും? നരകം കാണും അല്ലെ? ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ ലിത്വാഗീന മആബ ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅനാബ. നമുക്ക് പരിചയമുള്ള സൂറത്താണ് സൂറത്തുണ്ട്. നരകം പറയാ, സ്വർഗം പറയാ. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വഅമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ ഫഅമ്മാമൻ ഊത്തിയ കിതാബഹു ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഓരോ സ്ഥലത്ത് പറയുമ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യും പറയും. സൂറത്തുൽ ബഖറയിൽ അങ്ങനെ പറയുന്നുണ്ട്, പല സ്ഥലത്തും പല. അപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കും വേണം, അതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം? താക്കീതും വേണം. അല്ലെങ്കിൽ എന്താണ്, ലാ തുബാലി ബിൽ ബിഷാറ, സന്തോഷം മാത്രം നീ പറയരുത് ഓവറായിട്ട്. എന്തെയും അപ്പം എന്തെയും ഫതുഖ്രിജുന്നാസ അൻ ഹദ്ദിൽ അമൽ ഇലാ ഹുദൂദിൽ ഇഹ്മാൽ. അപ്പം ആളുകൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും പ്രവർത്തനരഹിതരാകും, പ്രവർത്തിക്കാത്തവരാകും. എന്നാൽ വലാഫിൻ നിദാറ ഫതുഖ്രിജഹും അൻ ഹദ്ദിൽ ഖൗഫ്, വല്ലാതെ താക്കീതും ചെയ്യരുത്. താക്കീത് ചെയ്തോ എന്ത് ചെയ്യും? ആ പേടിൻ്റെ എല്ലാ ഇതിൻ്റെ പരിധി വിട്ടുപോകും. അങ്ങനെ അവസരം നിരാശയിലേക്ക് എത്തും. വല്ലാതെ നരകത്തെക്കുറിച്ച് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതിരുന്നാൽ എന്തുണ്ടായിരിക്കും? അവർ നിരാശയിലേക്ക് പോകും. എന്തായാലും നമ്മളൊന്നും രക്ഷപ്പെട്ടു പോകില്ല എന്ന നിരാശയിലേക്ക് പോകും. അവിടെ രണ്ടും എന്ത് ചെയ്യണം? ഒന്നിച്ച് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. റുസ്ലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. രണ്ടാമത്തെ എന്താ? അള്ളാഹുവിനെതിരായിക്കൊണ്ട്, അള്ളാഹുവിന് എതിരിൽ മനുഷ്യർക്കൊരു ന്യായവും പറയാനുണ്ടായിരിക്കരുത്. ഹുജ്ജത്ത്, ന്യായം, തെളിവ്. അള്ളാഹുവിനെതിരെ തെളിവ് പറയാൻ പറഞ്ഞാൽ, അള്ളാഹുവിനെതിരെ തെളിവ് പറയാന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ച് പറയത്രേ, മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങൾക്ക് താക്കീതോ സന്തോഷവാർത്തയൊന്നും വന്നിട്ടില്ലല്ലോ. ഫഖദ് ജാഅകും ബശീറും വനദീർ. അല്ലാഹ് പറയും, നിങ്ങൾക്ക് ബഷീറും വന്നിട്ടുണ്ട് നദീറും വന്നിട്ടുണ്ട് എന്ന് അവിടെ വെച്ച് അല്ലാഹ് മറുപടി പറയും. അത് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാ? ഇവിടെ പ്രവാചകന്മാർ വന്നതുകൊണ്ടല്ലേ പറയാൻ പറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രവാചകന്മാരെ ഞാൻ എന്ത് ചെയ്യും? നിയോഗിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫലം യബ്ഖിൽ ഖൽഖി അലല്ലാഹി ഹുജ്ജ, അള്ളാഹ്ക്കെതിരെ ഒരു തെളിവും ആർക്കുമില്ല. ലിർസാലിഹി റുസുൽ തെത്ര, തുടർച്ചയായിട്ട് പ്രവാചകന്മാരെ എന്ത് ചെയ്തു? അയച്ചു. യുബയ്യിനൂന ലഹും അംറ ദീനിഹിം, അങ്ങനെ ദീനീ കാര്യങ്ങൾ അവർക്ക് അവർ വിശദീകരിച്ചു കൊടുത്ത് കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു ന്യായവും പറയാൻ പറ്റൂല. ബഅദ റുസുൽ, പ്രവാചകന്മാരെ അയച്ചതിന് ശേഷം, റസൂലുകളുടെ നിയോഗത്തിന് ശേഷം അള്ളാഹുവിനെതിരെ മനുഷ്യർക്കൊരു ന്യായവും പറയുവാൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ റുസ്ലൻ മുബശ്ശിരീന വമുൻദിരീൻ അവരയച്ചത്. വകാന അല്ലാഹു അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു എന്നാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ യുക്തിയുടെയും പ്രതാപത്തിൻ്റെയും ഭാഗമായി ഉള്ള കാര്യങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ യുക്തിജ്ഞാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഭാഗമാണ്. അള്ളാഹു ഇതൊക്കെ ലക്ഷ്യത്തോടു കൂടെയാണ് ഇതൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.